എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇപ്പോൾ പരിചയപ്പെടാൻ പോവുകയാണ് ഒരു ആനിമേഷൻ സോഫ്റ്റ്വെയർ. ആ ഒരു ആനിമേഷൻ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ഓപ്പൺ ടൂൾസ്. ആദ്യം ഷോ ആപ്ലിക്കേഷൻ. ഇനി നമ്മൾ ഓപ്പൺ എന്നടിക്കുമ്പോൾ തന്നെ ഓപ്പൺ ടൂൾസ് എന്ന് വരുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കാണാം ഒരു ലോഡിംഗ് സ്ക്രീൻ വരുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഒരു പുതിയ വിൻഡോ വന്നിരിക്കുന്നു. അതിൻ്റെ ഒപ്പം ഓപ്പൺ ടൂൾ സ്റ്റാർട്ടപ്പ് പറഞ്ഞ് വേറൊരു വിൻഡോ. നമ്മൾ കറണ്ട് പ്രൊജക്റ്റിൻ്റെ പകരം നമ്മൾ ന്യൂ പ്രൊജക്റ്റിന് കൊടുക്കുന്നു. നമുക്ക് കാണാം നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. പ്രൊജക്റ്റ് നെയിം നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ലൂണ 1 എന്ന് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഓക്കെ എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് കാണാം ഇവിടെ ലൂണ 1 എന്ന് വന്നിരിക്കുന്നു. ഇനി നമ്മൾ ന്യൂ സീൻ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. സീനിൻ്റെ പേര് കൊടുക്കാൻ പോവുകയാണ്. സീൻ 1. നമ്മൾ ഇവിടെ ക്യാമറ സൈസ് എന്ന ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടമുള്ള സൈസ് എടുക്കാം. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നു HD ക്വാളിറ്റി ആണ്. 720 എന്ന് കാണുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഫ്രെയിം ഇവിടെ യൂണിറ്റ്സ് പിക്സൽ തന്നെ ആവണം. ഫ്രെയിം റേറ്റ് 12 ആവണം. നമ്മൾ എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് സീൻ എന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് കാണാം ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു വിൻഡോ. ഇവിടെ സീൻ 1 ലൂണ 1 എന്ന് വരുന്നത് ഈ കാണാം. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ സീനാണ്, സീൻ ഓബ്ജക്ട്സ് ആണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന എക്സ് ഷീറ്റാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ എല്ലാതും കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലോഡ് ലെവൽ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ മൈ കമ്പ്യൂട്ടറിൽ പോയി അവിടെ ഇങ്ങനെ ഹോമിൽ പോയി കൈറ്റിൽ പോയി, അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടർ പേരിൽ പോയി നിങ്ങൾ സ്കൂൾ റിസോഴ്സസിൽ പോയി ക്ലാസ് 10ൽ പോയി ആനിമേഷനിൽ പോയി സീൻ 1 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് .bg.png എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഡ് എന്ന് കൊടുക്കുക. ഇനി ഇവിടെ ഇങ്ങനെ ശ്രദ്ധിക്കണം, ലോഡ് തന്നെ കൊടുക്കണം. അപ്പോൾ നമുക്ക് കാണാം ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നിരിക്കുന്നു. ഇനി നമ്മൾ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു റിപ്പീറ്റ് എന്ന ഒരു ഐക്കോൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ടൈംസ് അല്ല, ഇവിടെ അപ് ടു ഫ്രെയിം 60 എന്ന് കൊടുക്കണം. ഇനി നമ്മളിവിടെ അപ്ലൈ അല്ല റിപ്പീറ്റ് ആണ് കൊടുക്കേണ്ടത്. റിപ്പീറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ 60 വരെ നമുക്ക് കാണാം. ഇനി നമ്മൾ അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ലോഡ് ലെവൽ എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ സീൻ 2ൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ water.png എന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് ലോഡ് ചെയ്യുന്നു. ഇനി ഇത് വീണ്ടും ലോഡിനെ കൊടുക്കുന്നു. ഇനി നമ്മൾ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റിപ്പീറ്റ് എന്ന് കൊടുത്തിട്ട് 60 ആക്കിയിട്ട് റിപ്പീറ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ വെള്ളം വരും. പക്ഷേ ഈ വെള്ളം കുറച്ച് വലുതാണ്. അതിനാൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആനിമേഷനിൽ പോയി ഇവിടെ ഈ ഒരു ടൂൾ കാണുന്നില്ലേ, ഈ ആനിമേറ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ഇങ്ങനെ പൊസിഷനിൽ പോയിട്ട് സ്കെയിൽ എന്ന് അമർത്തുക. നമ്മൾ ഇവിടുന്ന്
ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇത് ചെറുതാക്കണം. നമുക്ക് കാണാം ഇത് ചെറുതായിരിക്കുന്നു. ഇതിൻ്റെ പൊസിഷൻ ഒന്നും കൂടി മാറ്റണം. അതിനാൽ സ്കെയിൽ അമർത്തിയിട്ട് പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ എവിടെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്താലും നമുക്കിത് മാറ്റാൻ കഴിയും. ഞാൻ അതൊന്ന് കുറച്ചും കൂടി നല്ലതാക്കി ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും എക്സ് ഷീറ്റിൽ പോയിട്ട് നമ്മൾ ഒരു നായക്കുട്ടിനെ ആഡ് ചെയ്യാൻ പോകുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലോഡ് ലെവൽ. ഇനി സീനി 3ൽ ഡോഗ് ഇമേജ് എന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ luna.png എന്ന് വരുന്നുണ്ടാവും. ആ നായക്കുട്ടിൻ്റെ പേര് ലൂണ എന്നാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ലോഡ് എന്ന് കൊടുക്കുക. വീണ്ടും നമ്മൾ ലോഡ് എന്ന് കൊടുക്കുന്നു. ഇനി ഇവിടെ അങ്ങനെ നമ്മൾ വീണ്ടും ഇത് മൊത്തം ഡ്രാഗ് ചെയ്തിട്ട് സെലക്ട് ചെയ്യണം. ഇനി നമ്മൾ റിപ്പീറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ 60 എന്ന് അടിക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും റിപ്പീറ്റ് തന്നെ കൊടുക്കുന്നു. റിപ്പീറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ നായക്കുട്ടീനൊന്ന് ചെറുതാക്കണം. അതിനാൽ ആനിമേഷൻ പോയിട്ട് നമ്മൾ ലൂണനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആനിമേറ്റ് ടൂളിൽ തന്നെയാണ്. പൊസിഷനിൽ നമുക്ക് പൊസിഷൻ ഒന്ന് മാറ്റാം. ഇവിടെ വെച്ചു ഞാൻ. ഇനി ഞാൻ സ്കെയിൽ പോയിട്ട് ചെറുതാക്കുന്നു. ഇനി നമ്മൾ വീണ്ടും ഇത് പൊസിഷനിൽ മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇത് കാണാൻ കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് ക്ലൗഡ് കൂടി ആഡ് ചെയ്യണം. അതിനാൽ വീണ്ടും എക്സ് ഷീറ്റിൽ പോയി ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലോഡ് ലെവൽ. ഇനി നമുക്ക് കാണാം ഇവിടെ സീൻ 3ൽ cloud.png എന്നൊരു ഫയലുണ്ട്. ആ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ വീണ്ടും ലോഡ് എന്ന് കൊടുക്കുക. ലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇത് വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് റിപ്പീറ്റ് എന്ന് അമർത്തിയിട്ട് 60 തന്നെ കൊടുക്കുക. റിപ്പീറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് കാണാം ഇത് മൊത്തം ആയിട്ടുണ്ട്. ഇനി ഈ ക്ലൗഡിനെ നമ്മൾ ചെറുതാക്കാൻ പോകുന്നു. അതിനാൽ ആനിമേഷൻ പോയി ആനിമേഷൻ ടൂളിൽ ഇവിടെ സ്കെയിൽ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മളിത് ചെറുതാക്കുന്നു. ഇതിൻ്റെ പൊസിഷൻ മാറ്റണം. അപ്പോൾ നമ്മൾ പൊസിഷൻ ഇവിടെ ഒരു ഭാഗത്ത് വെച്ചു. ഇനി നമ്മൾ എങ്ങനെയാണ് ഡ്രോ ചെയ്യാൻ പഠിക്കാൻ പോവുക. അപ്പോൾ നമുക്ക് പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒരു എം ടി കോളം അതായത് ഈ കോളം ഫയൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഡ്രോയിങ്ങിലോട്ട് പോവുക. നമ്മൾ വീണ്ടും ഒരു മേഘത്തിനെ വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ ഇങ്ങനെ ബ്രഷ് ടൂൾ എന്ന് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ബി എന്ന ഹോട്ട് കീ. ബ്രഷ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് സാധാരണ ഡ്രോ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു മേഘത്തിനെ ഉണ്ടാക്കാൻ പോകുന്നു. ഒരു മേഘത്തിനെ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ കളറ് മാറ്റാം. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കളറ് മാറ്റാൻ കഴിയും. പിന്നെ നമുക്ക് ഇവിടെ ഫിൽ ടൂൾ ഉണ്ടാവും. ഈ ഫിൽ ടൂളിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് മൊത്തമായി കഴിഞ്ഞു. ഇവിടെയും കൂടി നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കളറ് മാറ്റാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ആനിമേഷൻ ഉണ്ടാക്കാന്ന്. ആദ്യം ആനിമേഷനിൽ പോവുക. ഇനി നമ്മൾ എല്ലാ സീന് ക്ലിക്ക് ചെയ്യുക. ഏത് ഓബ്ജക്റ്റാണ് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ വാട്ടറിൽ ക്ലിക്ക് ചെയ്തിട്ട് ആനിമേറ്റ് ടൂളിൽ പോവുക. ഈ വാട്ടറിൻ്റെ
ഈ വാട്ടർ ഏറ്റവും താഴെ പോയിട്ട് അതായത് ആ ഒരു സീന് മൊത്തം എടുക്കണമെങ്കിൽ വാട്ടറിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ആനിമേറ്റ് ടൂളിൽ പോയിട്ട് പൊസിഷനാണ് മാറ്റണമെങ്കിൽ ഇവിടെ പൊസിഷൻ ഇങ്ങനെ നീക്കുക. ഇവിടെ മൊത്തം നീക്കാൻ പോവാണ്. ഇനി നമ്മൾ ക്ലൗഡിനെയാണ് നീക്കാൻ പോകുന്നത്. ഇനി ക്ലൗഡിൻ്റെ ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ വീണ്ടും പൊസിഷൻ മാറ്റാൻ പോവുകയാണ്. അപ്പം നമ്മളിങ്ങനെ പൊസിഷൻ മാറ്റുന്നു. ഇനി നമ്മൾ മേലോട്ട് പോകുന്നു. ഇനി ഈ ഒരെണ്ണം നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതിനാൽ എക്സ് ഷീറ്റിൽ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റിപ്പീറ്റ് പോയി ഇവിടെ ഒന്നും കൂടി 60 കൊടുക്കുന്നു. ഇനി റിപ്പീറ്റ്. സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ആനിമേഷനിൽ തിരിച്ച് പോയി നമ്മൾ ഈ ഒരു ഓബ്ജക്റ്റ് ഇങ്ങോട്ട് നീക്കുക. ഇനി നമ്മൾ ലൂണനെ നീക്കാൻ പോവുകയാണ്. അതിനാൽ സ്ക്രോൾ ചെയ്തിട്ട് ലൂണനെ ക്ലിക്ക് ചെയ്യുക. ലൂണൻ്റെ ആ സെല്ല് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇതൊന്ന് ഇങ്ങോട്ട് നീക്കാം. അപ്പോൾ നമ്മുടെ ആനിമേഷൻ റെഡിയായി കാണും. ഇനി നമുക്ക് ഈ ആനിമേഷൻ നോക്കാം. അപ്പോൾ ഇവിടെ വെള്ളം മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ അറിയാതെ ഒന്നും കൂടി 60 ഫ്രെയിം ഈ ക്ലൗഡിന് പോയി. അതിനാൽ ഇത് മൊത്തം ഡ്രാഗ് ചെയ്തിട്ട് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് വരുന്നു. ഇനി നമ്മൾ ആദ്യം തൊട്ട് ഇത് തുടങ്ങാൻ വെച്ചാൽ എല്ലാം ചേഞ്ച് ആയിരിക്കുന്നു. ഇനി ഈ ഒരെണ്ണം കൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളൂ. ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇത് ഇവിടെ ആക്കുന്നു. താഴെ സ്ക്രോൾ ചെയ്തിട്ട് ഇത് ഇവിടെ തന്നെയാണ്. ഇനി നമ്മൾ ഒന്നും കൂടി പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് കാണാം വെള്ളം ഇങ്ങോട്ട് പോകുന്നു, മേഘം ഇങ്ങോട്ട് പോകുന്നു, ഈ ഒരു മേഘം ഇങ്ങോട്ട് പോകുന്നു, ലൂണൊക്കെ പോകുന്നു. നമ്മൾ റെൻഡറിൽ പോവുക. ഇനി റെൻഡറിന് അമർത്തുക. നമ്മൾ നമ്മുടെ ലൊക്കേഷൻ ഫയലിൽ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഹോം scene.tif എന്ന് പോകുന്നു. ഇതൊരു ഫ്ലിപ്പ് ബുക്ക് പോലെയാണ്. മേലെങ്ങനെ എഴുതിയിട്ടുണ്ട് ഫ്ലിപ്പ് ബുക്ക് സീൻ ലൂണ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ പോയി നോക്കുകയാണ് വെച്ചാൽ ഇത് മിനിമൈസ് ചെയ്തിട്ട് ഈ ഒരു ഹോമിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം scene.luna.tif എന്ന ഒരുപാട് ഫയൽസ് ഉണ്ട്. നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക. നമുക്ക് ഇത് MP4 ആക്കണമെങ്കിൽ ഔട്ട്പുട്ട് സെറ്റിംഗ്സിൽ പോയി ഫയലിൽ പോയി ഇവിടെ ഫയൽ എന്നിവിടെ അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നെയിം ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ടിഫ് എന്ന് എഴുതിണ്ടാവും ഡീഫോൾട്ടായിട്ട്. ഇവിടെ MP4 എന്നാക്കുക. ഇനി നമ്മൾ വീണ്ടും റെൻഡറിന് അമർത്തുമ്പോൾ ഇത് റെൻഡറായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്ലോ ആവും. നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തിരിക്കുന്നത് scene_luna.mp4. ഓപ്പൺ ടൂൾസ്, ഫൈനലൈസിങ് റെൻഡർ, പ്ലീസ് വെയിറ്റ്. ഇനി നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക. ഇനി ഇത് മിനിമൈസ് ചെയ്തിട്ട് തിരിച്ച് ഹോമിൽ നോക്കുമ്പോൾ ഇവിടെ സ്ക്രോൾ ചെയ്തിട്ട് scene_luna.mp4 അതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കാണാം നമ്മൾ ചെയ്ത MP4. ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു ആനിമേഷൻ ഉണ്ടാക്കാൻ പഠിച്ചിരിക്കുന്നു. ബൈ ബൈ.